രാജ്യത്തെ കർഷക ജനതയുടെ ആഗ്രഹ പൂർത്തീകരണമാണ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ ബാങ്ക് വഴി നൽകുന്ന പദ്ധതി ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് ഓൺലൈൻ വഴി പണം കൈമാറിയാണ് പദ്ധതി തുടക്കം കുറിച്ചത്. 1.1 കോടി കർഷകർക്ക് ഞായറാഴ്ച തന്നെ ആദ്യ ഗഡുവായി 2000 രൂപ ബാങ്ക് വഴി എത്തുമെന്ന് മോദി പറഞ്ഞു. ബാക്കി അർഹരായവർക്ക് വൈകാതെ പണം അക്കൗണ്ടിലെത്തും. 75,000 കോടി രൂപയുടെ പദ്ധതിയിലൂടെ 12 കോടി കർഷകർക്ക് 3 ഗഡുക്കളായാണ് ആനുകൂല്യം ലഭിക്കുക. ഇത് ചരിത്ര ദിനമാണെന്നാണ് മോദി അഭിപ്രായപ്പെട്ടത്. ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മുൻ സർക്കാരുകളോട് യാചിക്കേണ്ട അവസ്ഥയാണ് രാജ്യത്തെ കർഷക ജനതയ്ക്ക് ഉണ്ടായിട്ടുള്ളതെന്നും കർഷകരുടെ ജീവിതം വെച്ച് രാഷ്ട്രീയം കളിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നവർ കർഷക ശാപത്തിൽ വലയുമെന്നും കർഷകർ അത്തരം രാഷ്ട്രീയക്കാരുടെ വലയിൽ വീഴരുതെന്നും അദ്ദേഹം പറഞ്ഞു. കിസാൻ സമ്മാൻ നിധി സഹായം ലഭിക്കേണ്ടവരുടെ പട്ടിക നൽകാത്ത സംസ്ഥാനങ്ങളെയും പ്രധാനമന്ത്രി വിമർശിച്ചു. കർഷകർക്ക് സോളാർ പാനലുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയും ചടങ്ങിൽ പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ മഹേന്ദ്രനാഥ് പാണ്ഡെ തുടങ്ങിയ ഒട്ടേറെ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഗോരഖ്പൂരിലെ ചടങ്ങിന് ശേഷം പ്രയാഗ്രാജിലെത്തി പ്രധാനമന്ത്രി കുംഭമേളയുടെയും ഭാഗമായി പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടത്തി. ത്രിവേണി സംഗമം എന്ന് കരുതുന്ന പ്രയാഗ്രാജിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുങ്ങിക്കുളിക്കുകയും ചെയ്തു. പ്രയാഗ്രാജ് സ്വച്ഛ് കുംഭ് സ്വച്ഛ് ആഭാൻ എന്ന പേരിലുള്ള ശുചീകരണ തൊഴിലാളികളുടെ സംഗമത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. പരിപാടി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം ശുചീകരണ തൊഴിലാളികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി 2 സ്ത്രീകളടക്കം 5 പേരുടെ കാല് കഴുകിയ ശേഷമായിരുന്നു ചടങ്ങ് തുടങ്ങിയത്. തൊഴിലാളികളുടെ കാല് കഴുകിയത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായാണ് കരുതുന്നതെന്നാണ് മോദി പ്രസംഗത്തിൽ പറഞ്ഞത്. 2019 ഒക്ടോബർ 2 മുൻപായി രാജ്യം സമ്പൂർണ്ണ വെളിയിട വിസർജന മേഖലയായി കൈമാറാനിരിക്കെ പ്രയാഗ്രാജിലെ ശുചീകരണ തൊഴിലാളികൾക്ക് രാജ്യം മാതൃകയായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കനത്ത സുരക്ഷയിലാണ് പ്രയാഗ്രാജിൽ പരിപാടികൾ നടന്നത്. നദീതീരത്ത് പ്രത്യേകം ഒരുക്കിയ പന്തലിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും പൂജകളിൽ പങ്കെടുത്തു. ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി കുംഭമേളയിൽ പൂജ നടത്താനും കുളിക്കാനുമായി എത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.